ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഓണ സീരീസിൻ്റെ രണ്ടാമത്തെ ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഓലൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓലൻ ആവശ്യമുള്ള മെയിൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ബോക്സ് ടൈപ്പിൽ കട്ട് ചെയ്ത വെള്ളേരി. അപ്പോൾ വെള്ളേരിയിൽ കുറച്ച് പച്ചമുളകും ഇട്ടുണ്ട്. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഇടാം. അപ്പോൾ വെള്ളേരി വെച്ച് മാത്രമല്ല നമ്മൾ ഓല ഉണ്ടാക്കുക, ഇളവൻ വെച്ചിട്ടും മത്തം വെച്ചിട്ടൊക്കെ ഓല ഉണ്ടാക്കും. പക്ഷേ ഏകദേശം റെസിപ്പിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് നമ്മളൊന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ അതിൽ ഉപ്പിടുകയാണ്. അപ്പോൾ ഇനി ഉപ്പിട്ട ശേഷം ഇനി അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മമ്പയർ. അപ്പോൾ മമ്പയർ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചിട്ടു. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിതാ കുക്കറിലാണ് വേവിക്കാറ്. അപ്പോൾ വലിയ കുക്കറാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ഇങ്ങനൊരു തട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു പാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി കുക്കർ ഗ്യാസിലേക്ക് വെക്കാം. ഇനി ഇത് രണ്ടും വെന്ത് വരട്ടെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ 1.5 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാലെടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിവിടെ ഈ ഒരു സൈസിലുള്ള വെള്ളേരിയാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ കറിക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ അതിന് 1.5 മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് തേങ്ങേൻ്റെ പാലെടുക്കാം നമുക്ക്. അപ്പോൾ ജാറിലിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം അത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളേരിയും പച്ചമുളകും വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അതായി. അപ്പം എന്നിട്ട് അതിൽ വെള്ളം സെറ്റിലായി നിൽക്കില്ലേ, അത് നമ്മൾ ഒഴിച്ച് കളയണം. അപ്പം അതേപോലെ തന്നെ നമ്മൾ വേവിക്കാൻ വെച്ച മമ്പയറും ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ഏകദേശം ഇതിൻ്റെ ഗ്യാസൊക്കെ പോക്കി തുറന്ന് നോക്കാം. മമ്പയറും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മമ്പയർ ഈ വെള്ളേരിയിലേക്ക് ചേർത്താം. അപ്പോൾ മമ്പയർ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലത്തെ വെള്ളം ഒഴിവാക്കിയിട്ടുമുണ്ട്. പിന്നെ മമ്പയർ നമ്മൾ വേവിക്കുന്ന സമയത്തും നമ്മൾ കറക്റ്റ് വേവ് എങ്ങനെയാണ് മനസ്സിലാക്കുക വെച്ചാൽ, ഈ ഒരു രീതിയിൽ ഷേപ്പ് വേണമെന്നും എന്നാൽ അമർത്തിക്കഴിഞ്ഞാൽ ഉള്ളിൽ വെന്തു ആയിരിക്കണം. എന്നിട്ട് ഈ മമ്പയറും വെള്ളേരീൻ്റെ കൂടെ ചേർത്താം. അപ്പോൾ നേരത്തെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങാപ്പാൽ നല്ല ലൂസും ആവരുത്, ഭയങ്കര കട്ടിയും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഈ ഒരു മമ്പയറും വെള്ളേരിയിലും അത്യാവശ്യം ഉണ്ടാവും ചെയ്യണം, എന്നാൽ വെള്ളം പോലെ നിൽക്കും ചെയ്യരുത്. പിന്നെ ഇതിലേക്ക് കരിവേപ്പില ഇടാം കേട്ടോ. പക്ഷേ ഞങ്ങളടുത്ത് കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഇടാത്തതാണ്. കരിവേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കരിവേപ്പിലയും കൂടി ഇതിൽ ഇട്ട ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കാരണം നേരത്തെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞല്ലോ, അപ്പോൾ ആ ഉപ്പിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടാവും. കഷ്ണത്തിൽ മാത്രമേ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാലിൽ കുറച്ചൊരു ഉപ്പ് ഉണ്ടാവണം, എന്നാലേ ഓലന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇനി ഇത് തിളക്കിനേക്കാളും കൂടുതൽ ഒന്ന് കുറുകി കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു പരുവം വരിക. അപ്പോൾ അതിന് ശേഷം ഒറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ ഓലൻ റെഡി ആയിട്ടോ. ഇതേപോലെ നല്ല തിളച്ച് കുറുകി വരണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് ഓഫാക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. നമ്മളിതിൽ വറവിടുകയല്ല ചെയ്യുക. ഓലൻ വറവിടുകയല്ല എന്ന് കൂടുതൽ ആൾക്കാർക്കും അറിയാം. പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ്, വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല എടുത്ത് വെച്ച ശേഷം നല്ല ഭക്ഷണം കഴിക്കാൻ നേരത്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാം. അപ്പോൾ ഓലൻ തയ്യാർ. അപ്പോൾ ഓലൻ തന്നെ നമ്മൾ സദ്യവട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഭവമാണ്. അതുകൊണ്ട് തന്നെ ഓലൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓലൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.